4. ഒരു വിയോഗം. മാധവൻ: അമ്മേ, എല്ലാം ഷട്ടമാക്കിച്ചോളണേ. നാളെ പുലർച്ചെ എനിക്ക് മദ്രാശിക്ക് പുറപ്പെടണം. അച്ഛനകത്തുണ്ടോ? പാർവതി അമ്മ: പോവാൻ ഉറച്ചുവോ? മാധവൻ: എന്താണ് സംശയം? ഞാൻ പോണു. പാർവതി അമ്മ: നിന്റെ അച്ഛൻ രാവിലെ പോകുമ്പോൾ നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. ഉടനെ മാധവൻ തൻ്റെ അച്ഛൻ ഗോവിന്ദപ്പണിക്കരുടെ ഭവനത്തിലേക്ക് പോയി. ഗോവിന്ദപ്പണിക്കർ നല്ല ദ്രവ്യസ്ഥനും ബുദ്ധിമാനും മര്യാദക്കാരനും ദയാലുവും ആയ ഒരു മനുഷ്യനാണ്. സ്വന്തം കുടുംബം ഒന്നും ഇല്ലാത്തതിനാൽ ചിലവ് ഒന്നുമില്ലാതെ പണം വളരെ കെട്ടിവെച്ചിട്ടുള്ള ആളാണ് ഗോവിന്ദപ്പണിക്കർ. കുട്ടൻ കുളി കഴിഞ്ഞുവോ? മാധവൻ: കഴിഞ്ഞു. ഗോവിന്ദപ്പണിക്കർ: നാളെ തന്നെ മദിരാശിക്ക് പോണുവോ? മാധവൻ: പോണമെന്ന് വിചാരിക്കുന്നു. അച്ഛനു സമ്മതമാണെങ്കിൽ. ഗോവിന്ദപ്പണിക്കർ: പോണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ. വഴിച്ചിലവിനും മറ്റും പണം കാരണവരോട് ചോദിക്കണ്ട, ഞാൻ തരും. നിനക്ക് ഞാൻ ഒരു ജോഡ് കടുക്കൻ വരുത്തി വെച്ചിട്ടുണ്ട്, ഇതാ നോക്കൂ എന്നു പറഞ്ഞ് ഏകദേശം 500 ഉറുപ്പിക വിലയുള്ള ഒന്നാന്തരം ഒരു ജോഡി ചുവപ്പ് കടുക്കൻ മാധവൻ്റെ കയ്യിൽ കൊടുത്തു. ഗോവിന്ദപ്പണിക്കർ: BL ജയിച്ചാൽ നിനക്ക് ഒരു സമ്മാനം തരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതാണ് ഇത്. മാധവൻ: ഇത് വളരെ നല്ല കടുക്കൻ. ഞാൻ ഉണ്ണാൻ ഇങ്ങോട്ട് വരും അച്ഛാ. എനിക്ക് മദിരാശിക്ക് ഒരു എഴുത്തെഴുതാനുണ്ട്. തപാൽ പോവാറായി, ഞാൻ ക്ഷണം വരാം എന്ന് പറഞ്ഞ് മാധവൻ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്താറായപ്പോൾ വീട്ടിൽ നിന്ന് ഇന്ദുലേഖയുടെ ദാസി അമ്മു മടങ്ങി മാധവന് അഭിമുഖമായി വരുന്നത് കണ്ടു. മാധവൻ: എന്താണ് വിശേഷിച്ചോ? അമ്മു: അമ്മ കുളപ്പുരയിൽ കുളിക്കാൻ വന്നിട്ടുണ്ട്. അവസരമുണ്ടെങ്കിൽ അത്രത്തോളം ഒന്ന് ചെല്ലാൻ പറഞ്ഞു. മാധവൻ: ഓഹോ, അങ്ങനെ തന്നെ. കുളപ്പുരയിൽ പിന്നെ ആരുണ്ട്? അമ്മു: ആരുമില്ല. മാധവൻ: നീ മുമ്പേ നടന്നോ? മാധവൻ കുളപ്പുരയിൽ കടന്നപ്പോൾ ഇന്ദുലേഖ എണ്ണ തേക്കാൻ ഭാവിച്ച് തോടകൾ അഴിക്കുന്നു. മാധവൻ അകത്തു കടന്ന ഉടനെ തോട കാതിലേക്ക് തന്നെ ഇട്ട് മന്ദഹാസത്തോടുകൂടി മാധവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. മാധവൻ സംശയം കൂടാതെ 2 കൈകൊണ്ടും ഇന്ദുലേഖയെ അടക്കിപ്പിടിച്ച് മാറിലേക്ക് അടുപ്പിച്ച് ഒരു ഗാഢ ആലിംഗനവും അതിനുത്തരമായി ഇന്ദുലേഖ അതിമധുരമാം വണ്ണം മാധവൻ്റെ അധരങ്ങളിൽ ഒരു ചുംബനവും ചെയ്തു. ചുംബനം ചെയ്ത് കഴിഞ്ഞയുടനെ വിടൂ വിടൂ എന്ന് ഇന്ദുലേഖ പറഞ്ഞു തുടങ്ങി. മാധവൻ: ഞാൻ നാളെ മദിരാശിക്ക് പോകുന്നു. ഇന്ദുലേഖ: ഞാൻ കേട്ടു. 15 ദിവസമുണ്ടല്ലോ ഇനിയും ഹൈക്കോർട്ട് തുറക്കാൻ. പിന്നെ എന്തിനാണ് നാളെ പോകുന്നത്? വലിയച്ഛൻ കോപിച്ചത് കൊണ്ട് ബന്ധപ്പെട്ട് മദ്രാശിക്ക് പോകുന്നത് എന്തിനാണ്? മാധവൻ: ഇന്നലെ ഒരു ശബദമുണ്ടായോ ഇവിടെ വെച്ച്? ഇന്ദുലേഖ: ഉണ്ടായി. പക്ഷേ എന്നോട് വിവരങ്ങളെക്കുറിച്ച് ചോദിക്കാതെ ചെയ്തതാണേ. മാധവൻ: മാധവിയോട് എന്തിനാണ് ചോദിക്കുന്നത്? വലിയച്ഛൻ്റെ ഇഷ്ടപ്രകാരം മാധവി നടക്കണ്ടേ? ഇന്ദുലേഖ: ഇഷ്ടപ്രകാരം ഞാൻ നടക്കേണ്ടതാണ്, നടക്കുകയും ചെയ്യും. എന്നാൽ ചില കാര്യങ്ങളിൽ സ്വേച്ഛപ്രകാരമേ എനിക്ക് നടക്കാൻ നിവൃത്തിയുള്ളൂ. നിർഭാഗ്യവശാൽ അതിലൊന്നാണ് ഈ ശബദകാര്യം. മാധവൻ: ഓമനെ, വലിയച്ഛൻ പുറത്താട്ടിക്കളയും ഇങ്ങനെ പറഞ്ഞാൽ. ഇന്ദുലേഖ: ഇന്നലെ എൻ്റെ ഭർത്താവിനെ ആട്ടിക്കളഞ്ഞില്ലേ, നാളെ എന്നെയും ആട്ടിക്കളയട്ടെ. മാധവൻ: ഭർത്താവിന് മാധവിയെ സ്വയമായി സംരക്ഷിക്കാൻ ശക്തിയില്ലാതിരിക്കുമ്പോൾ. ഇന്ദുലേഖ: വീട്ടിൽ നിന്ന് ആട്ടിക്കളഞ്ഞവർക്ക് സാധാരണ ലോകത്തിൽ ദൈവികമായി ഉണ്ടാവുന്ന സംരക്ഷ എനിക്കും മതിയാവുന്നതാണ്. നോം ഇനി എന്തിനു താമസിക്കുന്നു? മര്യാദയായി എല്ലാവരെയും അറിയിച്ച് നമുക്ക് ഈ കാര്യം നടക്കുന്നതല്ലേ ഇനി ഉത്തമം. മാധവൻ: നോം നമ്മുടെ മനസ്സുകൊണ്ട് അത് കഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അമ്മാമ്മനും അങ്ങനെ തന്നെ ആയിരുന്നുവല്ലോ പക്ഷം. ഇതിനിടയിൽ ഈ കലശൽ ഉണ്ടാവുന്നത് ആർ ഓർത്തു? ഇപ്പോഴല്ലേ കുറെ വിഷമമായത്. ഇന്ദുലേഖ: എന്തു വിഷമമാണ്? യാതൊന്നുമില്ല. ഇനി ഇതിൽ ഒരു വിഷമവും ഉണ്ടാവാൻ പാടില്ല. എന്നെ നാളെ മദിരാശിക്ക് ഒന്നിച്ചു കൊണ്ടുപോവാൻ ഒരുക്കമാണെങ്കിൽ വരാൻ ഞാൻ തയ്യാറാണ്. മാധവൻ: അതൊക്കെ അബദ്ധമായി വരും.
മാധവിയെ പിരിഞ്ഞ് കാൽക്ഷണം ഇരിക്കുന്നതിൽ എനിക്കുള്ള മനോവേദന ദൈവം മാത്രം അറിയും. എന്നാലും എൻ്റെ ഓമനയെപ്പറ്റി ജനങ്ങൾക്ക് ചീത്ത അഭിപ്രായം ഉണ്ടാവുന്നത് എനിക്ക് അതിലും വേദനയാണ്. അതുകൊണ്ട് കുറെ ക്ഷമിക്കൂ. എനിക്ക് 5-6 ദിവസം മുമ്പ് ഗിൽഹാം സാഹിബിൻ്റെ ഒരു കത്ത് ഉണ്ടായിരുന്നു. അതിൽ സെക്രട്ടേറിയറ്റിൽ ഒരു അസിസ്റ്റന്റ് പണി ഒഴിവാക്കുമെന്നും അതിന് മനസ്സുണ്ടോ എന്നും ചോദിച്ചിരുന്നു. ഉണ്ടെന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എത്ര താമസം വേണ്ടി വരുമെന്ന് അറിയുന്നില്ല. അത് കിട്ടിയാൽ തൽക്ഷണം ഞാൻ ഇവിടെ എത്തും. പിന്നെ മാധവി എൻ്റെ കൂടെ മദിരാശിയിൽ. നോം 2 പേരും പണക്കാരാണെങ്കിലും എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ട പണമെല്ലാം തരുമെങ്കിലും സ്വയമായി ഒരു ഉദ്യോഗമില്ലാതെ എൻ്റെ ഓമനയെ മദിരാശിക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ 2 പേർക്കും പോരാത്തതാണ്. ഇന്ദുലേഖ: എന്താണ് കയ്യിലൊരു കടലാസ് ചുരുൾ? മാധവൻ: ഇത് അച്ഛൻ എനിക്ക് ഇപ്പോൾ തന്ന ഒരു സമ്മാനമാണ്. നല്ല ചുവപ്പ് കടുക്കൻ. ഇതാ നോക്കൂ. ഇന്ദുലേഖ വാങ്ങി നോക്കി. ഇന്ദുലേഖ: ഒന്നാം തരം. അവിടെ ഇരിക്കൂ. ഇത് ഞാൻ തന്നെ മാധവൻ്റെ കാതിലിടട്ടെ. മാധവൻ ഇരുന്നു. ഇന്ദുലേഖ മാധവൻ്റെ കാതിൽ കടുക്കൻ ഇട്ടു. മാധവൻ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ ഇന്ദുലേഖ: ഇരിക്കൂ, ഇനി ഞാൻ തന്നെ ഈ കുടുമകൂടി ഒന്ന് കെട്ടട്ടെ. അത് കെട്ടി ഒരു ഭാഗത്ത് വെച്ചാലേ ആ കടുക്കനും മുഖവും തമ്മിലുള്ള യോഗ്യത അറിവാൻ പാടുള്ളൂ. കുടുമ കെട്ടി ഇന്ദുലേഖ മാധവൻ്റെ മുഖത്തേക്ക് നോക്കി. വിശേഷമായ ചേർച്ച കടുക്കനും മുഖവുമായി ഉണ്ടെന്ന് മാധവൻ്റെ കപോലങ്ങളിൽ ഇന്ദുലേഖ ഒരു നിമിഷനേരം ഇടയിടെ ഒരു ദീർഘനിശ്വാസത്തോടുകൂടി തെരുതെരെ ചെയ്ത ചുംബനങ്ങളാൽ മാധവന് പൂർണ്ണ ബോധ്യമായി. ഇവർ 2 പേരും ഇങ്ങനെ സംസാരിച്ചും രസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മ കുളപ്പുരയുടെ വാതുക്കൽ വന്ന് ആരാണവിടെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചും കൊണ്ട് അകത്തേക്കു കടന്നു. ലക്ഷ്മിക്കുട്ടിയമ്മ: നിങ്ങൾക്ക് ലജ്ജ കേവലം വിട്ടു തുടങ്ങി. ഭ്രാന്തുള്ളതുപോലെ തോന്നുന്നു. കുട്ടനെ അന്വേഷിച്ച് ഗോവിന്ദപ്പണിക്കർ ആളെ അയച്ചിരിക്കുന്നു. ഉണ്ണാൻ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നുവോ? പിന്നെ കുളപ്പുരയിൽ വന്ന് കളിച്ചിരുന്നാലോ? ഇന്ദുലേഖയ്ക്ക് ഇന്ന് വിശപ്പില്ലേ? ഭ്രാന്ത് പിടിച്ച കുട്ടികൾ. കുട്ടൻ നാളെ പോണോ എന്ന് പറഞ്ഞു കേട്ടു. മാധവൻ: നേരം എത്രയായി? ലക്ഷ്മിക്കുട്ടിയമ്മ: 10:30 മണി. മാധവൻ: ശിവ, എനിക്ക് ഒരു എഴുത്തയപ്പാൻ ഉണ്ടായിരുന്നു. അതിന്ന് മുടങ്ങി. അച്ഛൻ ദേഷ്യപ്പെടും. ഞാൻ നിങ്ങളെ കണ്ടിട്ടേ പുറപ്പെടുകയുള്ളൂ എന്ന് ലക്ഷ്മിക്കുട്ടിയമ്മയോട് പറഞ്ഞ് നേരെ അച്ഛൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ അച്ഛൻ ഉണ്ണാൻ ഇല വച്ചിരിക്കുന്നു. മാധവനും ഇല വച്ചിരിക്കുന്നു. ഗോവിന്ദപ്പണിക്കർ: കുട്ടൻ എവിടെയായിരുന്നോ ഇത്ര നേരം? മാധവൻ: ഞാൻ ഒരാളുമായി സംസാരിച്ചു നിന്ന് കുറെ വൈകിപ്പോയി. അച്ഛൻ ഉണ്ണാമായിരുന്നുവല്ലോ. കഷ്ടം. നേരത്തെ ഉണ്ണാറുള്ളത് ഇന്ന് ഞാൻ നിമിത്തം മുടങ്ങിയെന്ന് തോന്നുന്നു. ഗോവിന്ദപ്പണിക്കർ: നീയും ഇന്ദുലേഖയും നിമിത്തം മുടങ്ങിയെന്ന് പറയൂ. നിന്നെ മാത്രം ഞാൻ കുറ്റക്കാരനാക്കി ശിക്ഷിക്കയില്ല. അല്ല, കടുക്കൻ ഇട്ട് കഴിഞ്ഞുവോ? ഇതും ഇന്ദുലേഖയുടെ ജാഗ്രത തന്നെ അല്ലേ? മാധവൻ മുഖം ലജ്ജയോടെ താഴ്ത്തിക്കൊണ്ട് ഊണ് തുടങ്ങി. ഊണ് കഴിഞ്ഞ ഉടനെ ഗോവിന്ദപ്പണിക്കർ മകനെ അകത്ത് വിളിച്ച് തൻ്റെ മടിയിലിരുത്തി മൂർധാവിൽ ചുംബിച്ച് പറയുന്നു. ഗോവിന്ദപ്പണിക്കർ: ഇന്ദുലേഖയെ വിചാരിച്ച് വ്യസനമുണ്ടോ? ഉണ്ടെങ്കിൽ അത് അനാവശ്യമാണ്. ആ പെണ്ണിനെ ഞാൻ നല്ലവണ്ണം അറിയും. അവളെപ്പോലെ ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവളുടെ സൗന്ദര്യം കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നതിനേക്കാൾ ബുദ്ധിവൈദഗ്ധ്യത്തെയും സ്ഥൈര്യത്തെയും കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു. നിന്നെ വിട്ട് ഈ ജന്മം അവൾ ആരെയും സ്വീകരിക്കുമെന്നുള്ള ഒരു ശങ്ക നിനക്ക് വേണ്ട. പഞ്ചുമേനവനല്ല, ബ്രഹ്മദേവൻ തന്നെ വേറെ പ്രകാരത്തിൽ ഉത്സാഹിപ്പിച്ചാലും ഇനി അതിന് ഒരിളക്കവും ഉണ്ടാകുന്നതല്ല. മാധവൻ ഒന്നും മിണ്ടാതെ അച്ഛൻ്റെ കൈയും തലോടിക്കൊണ്ട് മടിയിലിരുന്നു. ഗോവിന്ദപ്പണിക്കർ: ചിന്നനെ നീ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നുവോ? മാധവൻ: കൂട്ടിക്കൊണ്ടു പോവേണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ അച്ഛൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഗോവിന്ദപ്പണിക്കർ: നിന്റെ ഇഷ്ട പോലെ ചെയ്യാം. കൊണ്ടുപോകുന്നു എങ്കിൽ അവന് വേണ്ട സകല ചിലവുകളും ഞാൻ തരാം. മാധവൻ: എന്തിന് അച്ഛൻ തരുന്നു? അമ്മാവൻ നിശ്ചയമായും തരേണ്ടതല്ലേ? ഗോവിന്ദപ്പണിക്കർ: തന്നില്ലെങ്കിലോ? തരികയില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. മാധവൻ: തന്നില്ലെങ്കിൽ? ഗോവിന്ദപ്പണിക്കർ: ഷണ്ഠ വേണ്ട.
പഞ്ചുമേനോൻ പ്രകൃതിയാ കോപിയും ബുദ്ധി കുറയുന്ന ഒരു മനുഷ്യനുമാകുന്നു. ഷണ്ഡയായാൽ ജനങ്ങൾ അതിൻ്റെ കാരണം നോക്കിയിട്ടല്ല ഷണ്ഡക്കാരെ പരിഹസിക്കുന്നത്. ഷണ്ഡ ഉണ്ടെന്ന് വന്നാൽ ഇരുഭാഗക്കാരെയും ഒരുപോലെ പരിഹസിക്കും. ലോകാപവാദത്തെ ഭയപ്പെടണം. മാധവൻ: അച്ഛന് അനാവശ്യമായി എനിക്ക് വേണ്ടി ഈ ചിലവ് കൂടി വരുത്തുന്നതിൽ ഞാൻ വ്യസനിക്കുന്നു. ഗോവിന്ദപ്പണിക്കർ: എനിക്കിതെന്ത് ചിലവാണ് കുട്ടാ? നിന്റെ തറവാട്ടിലെ പോലെ എനിക്ക് മുതലില്ലെങ്കിലും ചിലവും അത്ര ഇല്ലാത്തതിനാൽ മിച്ചം എനിക്കും അത്ര തന്നെ ഉണ്ടാവും. അതെല്ലാം ഞാൻ നിന്റെ ഒരു ദേഹത്തിൻ്റെ ഗുണത്തിലേക്കും ഇഷ്ടസിദ്ധിയിലേക്കും ചിലവിടാൻ ഒരുക്കമാണ്. ചിന്നനെ കൂട്ടിക്കൊണ്ടു പൊയ്ക്കോ. എന്നാൽ കാരണവരോട് മുമ്പ് ചോദിക്കണം. ഇത് ചോദിപ്പാൻ നീ പോവേണ്ട. ആ കുട്ടിയുടെ അച്ഛൻ ഷീനുപ്പട്ടരെ അയച്ചു ചോദിപ്പിച്ചോ. യാത്ര നീയും പറയണം. ഷണ്ഡ കൂട്ടിയാൽ മിണ്ടാതെ പോരെ. മാധവൻ: അങ്ങനെ തന്നെ അച്ഛാ. ഞാൻ വൈകുന്നേരവും ഉണ്ണാൻ ഇങ്ങോട്ട് വരും. അച്ഛൻ്റെ സമയപ്രകാരം ഊണ് കഴിക്കണേ. എനിക്ക് വേണ്ടി താമസിക്കരുത്. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷീനുപ്പട്ടർ ഗോവിന്ദപ്പണിക്കരെ കാണുവാൻ വേണ്ടി അവിടെ ചെന്ന് പുറത്തളത്തിൽ നിന്ന് ഒന്ന് ചുമച്ചു. ഗോവിന്ദപ്പണിക്കർ: ആരാണ് പുറത്ത്? ഷീനുപ്പട്ടർ: ഞാൻ തന്നെ, ഷീനുപ്പട്ടർ. ഗോവിന്ദപ്പണിക്കർ: അകത്തു വരാം. ഇയാളോട് ഞാൻ തന്നെ വിവരം പറഞ്ഞു കളയാം മാധവ. ഷീനുപ്പട്ടർ അകത്തു കടന്ന ഉടനെ ഗോവിന്ദപ്പണിക്കർ: ഇരിക്കിൻ സ്വാമി. ഷീനുപ്പട്ടർ: ആരാണത്? മാധവനോ? എന്തൊക്കെയാണ് ഘോഷം കേട്ടത്? കാരണവർ കോപിച്ചിരിക്കുന്നു. എന്നോടും കോപമുണ്ടോ എന്ന് സംശയം. കുറേ മുമ്പ് ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തെ വഴിയിൽ കണ്ടു. എന്നോട് ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിട്ട് കടന്നുപോയി. ഇങ്ങനെ അധികം കണ്ടിട്ടില്ല. 1-2 പ്രാവശ്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിന് നല്ല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് കാരണം ഞാൻ ഒന്നും ഓർത്തിട്ട് കാണുന്നില്ല. മാധവൻ: നിങ്ങൾ ചിന്നൻ്റെ അച്ഛനല്ലേ? അത് ഒരു നല്ല കാരണമല്ലേ? ഗോവിന്ദപ്പണിക്കരും ഷീനുപ്പട്ടരും ചിരിച്ചു. ഗോവിന്ദപ്പണിക്കർ: സ്വാമി, നിങ്ങൾ ഇപ്പോൾ തന്നെ പഞ്ചുമേനോൻ്റെ അടുക്കെ പോണം. പോയിട്ട് ചിന്നനെ കുട്ടൻ മദിരാശിക്ക് കൊണ്ടുപോകുന്നു എന്നും അതിന് അദ്ദേഹത്തിൻ്റെ അനുവാദം മാത്രം വേണമെന്നും പറയണം. കുട്ടിയുടെ പഠിപ്പിൻ്റെ ചിലവ് ഞാൻ കൊടുപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു. അത് നിങ്ങൾ അദ്ദേഹത്തോട് പറയണ്ട. ഷീനുപ്പട്ടർ: ഓഹോ, ഇപ്പോൾ തന്നെ പോയി പറയാം. ചിന്നൻ്റെ ചിലവ് ഞാൻ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കളയാം. എനിക്കും ഒരു മാനമിരിക്കട്ടെ. എൻ്റെ നേരെ ചാടുമായിരിക്കും. ചീത്ത പറഞ്ഞാൽ ഞാനും പറയും. ഗോവിന്ദപ്പണിക്കർ: കലശൽ കൂട്ടരുത്. ചിലവിൻ്റെ കാര്യം കൊണ്ട് അങ്ങേക്ക് ഇഷ്ടപ്രകാരം പറഞ്ഞോളൂ. പക്ഷേ കളവ് പറവാൻ ഞാൻ ഉപദേശിക്കയില്ല. ഷീനുപ്പട്ടർ: ഒരു കളവുമല്ല അത്. ഞാൻ അങ്ങനെ തന്നെ പറയും. മാധവൻ അച്ഛൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അച്ഛനും കൂടെ ഷീനുപ്പട്ടരും അങ്ങനെ എന്നെ ഞാൻ പറയും എന്ന് പറഞ്ഞ് തലകുലുക്കിക്കൊണ്ട് ചിരിച്ചു. ഷീനുപ്പട്ടർ ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു. പൂവരങ്ങിൽ ചെന്ന് പഞ്ചുമേനോൻ ഇരിക്കുന്ന മാളികയിലേക്ക് കയറി പുറത്തളത്തിൽ നിന്നു. പഞ്ചുമേനോൻ: ആരാണവിടെ? ഷീനുപ്പട്ടർ: ഞാൻ തന്നെ, ഷീനു. പഞ്ചുമേനോൻ: നിങ്ങൾ എന്താണ് ഇപ്പോൾ വന്നത്? ഷീനുപ്പട്ടർ: ഒന്ന് പറവാനുണ്ടായിരുന്നു. പഞ്ചുമേനോൻ: എന്താണ്? പറയൂ. ഷീനുപ്പട്ടർ: എൻ്റെ മകൻ ഷിന്നനെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുന്നു. പഞ്ചുമേനോൻ: നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഷീനുപ്പട്ടർ: ഞാൻ ചിലവിട്ട് പഠിപ്പിക്കും. പഞ്ചുമേനോൻ: പഠിപ്പിച്ചോളൂ. ഷീനുപ്പട്ടർ: മദിരാശിക്ക് അയക്കാനാണ് പോകുന്നത്. പഞ്ചുമേനോൻ: ഏത് രാശിക്കെങ്കിലും അയച്ചോളൂ. ഏത് കഴിവിന്മേലെങ്കിലും കൊണ്ടുപോയി കയറ്റിക്കോളൂ. ഷീനുപ്പട്ടർ: കഴിവിന്മേൽ കയറ്റിയിട്ടല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കാറ്. പഞ്ചുമേനോൻ: എന്താണ് കോമട്ടിപ്പട്ടരെ അധിക പ്രസംഗി പറഞ്ഞത്? ആ കുരുത്തം കെട്ട മാധവൻ പറഞ്ഞിട്ട് ഇവിടെ എന്നെ അപമാനിക്കാൻ വന്നതോ? ഇറങ്ങ് താഴത്ത്, ഇറങ്ങ്. ആരടാ അവിടെ? ഇയാളെ പിടിച്ച് പുറത്തു തള്ളട്ടെ. കോമട്ടിയാണെങ്കിൽ പെങ്ങൾക്ക് എന്നെ സംബന്ധത്തിനാക്കുമോ എന്ന് കുറെ പതുക്കെ പറഞ്ഞും കൊണ്ട് പട്ടർ ഓടി താഴത്തിറങ്ങി കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ നിശ്ചയിച്ച പ്രകാരം മാധവൻ ചിന്നനെയും കൂട്ടി മദിരാശിക്ക് പുറപ്പെട്ടു പോവുകയും ചെയ്തു. പഞ്ചുമേനോന് കോപം ക്രമേണ അധികരിച്ചു വരുന്നു എന്നറിഞ്ഞതിനാൽ മാധവൻ യാത്ര പറയാൻ അദ്ദേഹത്തിൻ്റെ അടുക്കെ പോയതേ ഇല്ല.